ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 74 വർഷങ്ങൾ പിന്നിട്ട് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ. എത്രയോ ധീരന്മാരായ മുൻഗാമികളുടെ ആത്മസമർപ്പണത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും ഫലമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ഓരോ വർഷവും ഓഗസ്റ്റ് 15 എന്ന മഹത്തായ ദിനത്തിൽ ഇന്ത്യയുടെ ഇന്നലകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരാണ് ഓരോ ഇന്ത്യൻ പൗരനും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുമായുള്ള സൗഹൃദം വീണ്ടും ഊട്ടിയുറപ്പിച്ച് കുവൈറ്റ്. രാജ്യത്തെ പൊതുഗതാഗത സൗകര്യമായ ബസ്സുകൾ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് ആഹ്ലാദവും അഭിമാനവും തോന്നും. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനവും ഇൻഡോ കുവൈറ്റ് സൗഹൃദത്തിന്റെ 60ാം വാർഷികവും അടയാളപ്പെടുത്താൻ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ബസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. കുവൈറ്റിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ എംബസി ബസ് പ്രൊമോഷൻ ആരംഭിച്ചിരിക്കുന്നത്. 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ആശംസ നേർന്നുള്ള പരസ്യങ്ങളാണ് കുവൈറ്റിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പതിച്ചിരിക്കുന്നത്. എംബസി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം ഡയറക്ടർ മാസിൻ അൽ അൻസാരി, കുവൈറ്റിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതോടൊപ്പം തന്നെ 3 ആഴ്ചക്കാലം കുവൈറ്റിലെ നിരത്തുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെയും ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടാണ് ബസ്സുകൾ സർവീസ് നടത്തുക. ക്യാമ്പയിനിന്റെ ഭാഗമായി എംബസി അങ്കണത്തിൽ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന തലക്കെട്ടിൽ ഫോട്ടോ ബൂത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും മുഴുവൻ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അയച്ച സന്ദേശത്തിൽ രാഷ്ട്രപതിക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്ന രാജാവ് ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും രാഷ്ട്രപതിക്ക് സന്ദേശം അയച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ആശംസകൾ നേർന്നു. ഇന്ത്യൻ ജനതയ്ക്ക് കൂടുതൽ അഭിവൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെ എന്നും സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.